ഒരു വിഷയമാണ് ഇന്ന് സഭ പഠിപ്പിക്കുന്നത്. തൃത്വം എന്താണ്? നമുക്കറിയാം, തൃത്വം എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. കഴിഞ്ഞ 2-3 ഞായറാഴ്ച ഞാൻ തൃത്വവിശ്വാസത്തെക്കുറിച്ച് പറയുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിലും രണ്ടാഴ്ചയിലും ഒക്കെ നമ്മൾ കേട്ട ദൈവവചനം തൃത്വവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളാണ്. പിതാവായ ദൈവം, പുത്രൻ തമ്പുരാൻ, പരിശുദ്ധാത്മാവ്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ യേശുക്രിസ്തുവിനെ കാണുന്നത്. ഈ ശുശ്രൂഷയുടെ മാഹാത്മ്യം, അതിൻ്റെ വിജയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കർത്താവിനെ കാണുന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് യേശുക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നില്ല, എന്നാൽ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചിന്തയും ആ ഒരു വിശ്വാസവുമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ ഉളവാകുന്നത്. അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവ്, മനുഷ്യൻ മരണത്തിനും ശാപത്തിനും വിധേയമായി തീർന്നപ്പോൾ അതിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിലനിന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ലോകത്തിലേക്ക് അയക്കപ്പെട്ട കാര്യസ്ഥൻ എന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നമ്മൾ വായിച്ചതായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്, അവൻ എന്നുള്ള ഒരു പദമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കൂദാശകളിലെ നിർണായകമായ സ്ഥാനം വഹിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ കാർമിയൻ എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അടയാളത്തെക്കുറിച്ചും തൃത്വ ഉപദേശത്തെക്കുറിച്ചും നമ്മൾ വായിച്ചുകൊണ്ടാണ്, നമ്മൾ ചൊല്ലിക്കൊണ്ടാണ് ഇന്നത്തെ ഫസ്റ്റ് പാർട്ട് ആരാധന അവസാനിച്ചത്. എന്തോന്നറിയാം? നിത്യ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലിയായിരുന്നു. നിത്യ വിശ്വാസ പ്രമാണം ചെല്ലാത്ത ആളുകളുണ്ട്. ചില ആളുകൾ അനങ്ങാതെ അവിടെ നിൽക്കും. ചിലർ സ്വർഗത്തിലെ പ്രാർത്ഥന ചെല്ലുന്നവരുണ്ട്, ചെല്ലാത്തവരുണ്ട്. നിത്യാവിശ്വാസ പ്രമാണം ചെല്ലുന്നവരുണ്ട്, ചെല്ലാത്തവരുണ്ട്. കുരിശ് വരയ്ക്കുന്ന ക്രിസ്ത്യാനിയുണ്ട്, കുരിശ് വരയ്ക്കാത്തവരുണ്ട്. ഇപ്പോൾ എല്ലാ സൈസ് ആളുകളെയും ഉൾക്കൊള്ളുന്ന സഭയാണ് മാർത്തോമാ സഭ. എല്ലാവരും നല്ലവരായി തീരണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഉപദേശങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ കുരിശ് വരയ്ക്കുമ്പോൾ, റൂഷ്മ വരയ്ക്കുമ്പോൾ വെറുതെ നോക്കി നിൽക്കുന്ന ആളുകളുണ്ട്. അതിനകത്തൊരു കാര്യവുമില്ല. എന്നാൽ ആ റൂഷ്മ നമ്മൾ അനുഗ്രഹം സ്വീകരിക്കുന്നതിൻ്റെ പ്രതിവാക്യമായി, അടയാളമായിട്ട് നമ്മൾ കുരിശ് സ്വീകരിക്കണം, കുരിശ് വരയ്ക്കണം. ഇപ്പോൾ നമ്മൾ ചൊല്ലി അവസാനിപ്പിച്ച വിശ്വാസ പ്രമാണം ഞാൻ 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വിശ്വാസ പ്രമാണം ചെല്ലാത്ത ഒരു കൂദാശ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വിശ്വാസ പ്രമാണം ചെല്ലാത്ത കൂദാശ നമ്മൾ വിശുദ്ധ വിവാഹമാണ്. വിശുദ്ധ വിവാഹം ഒഴിച്ച് ബാക്കി എല്ലാ കൂദാശയ്ക്കും വിശ്വാസ പ്രമാണം ചെല്ലും. എന്നാൽ ആ വിശ്വാസ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന തൃത്വോപദേശത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. AD 325 സഭാപിതാക്കന്മാർ നൈസ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവർ സഭാപിതാക്കന്മാർ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് പിതാവായ ദൈവം, പുത്രൻ തമ്പുരാൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ആശയങ്ങളെ സംബന്ധിച്ച് ഒരു വിശ്വാസ പ്രമാണം എഴുതി ഉണ്ടാക്കി. അത് നമ്മളെല്ലാ ആരാധനയ്ക്കും ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് AD 325 നിഖ്യ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിൻ്റെ ജൂബിലി പ്രമാണിച്ചാണ് ഈ അടുത്ത സമയത്ത് സഭാപിതാക്കന്മാരൊക്കെ ഈ ടർക്കിയിലെ നൈസ്യ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി, മാർപ്പാപ്പ തിരുമേനിയും മറ്റ് സഭാപിതാക്കന്മാരുമൊക്കെ അവിടെ കൂടി സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്തു. നമ്മൾ ചൊല്ലി തീർത്ത വിശ്വാസ പ്രമാണത്തിൻ്റെ കാതലായ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്ന്, വിശ്വാസ പ്രമാണത്തിലെ വിശ്വാസ പ്രഖ്യാപനം. ഒന്ന്, പിതാവായ ദൈവം. ഒരു പിതാവായ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. പിതാവായ ദൈവത്തിലൂടെയാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചു, 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യന് വേണ്ടതെല്ലാം നൽകി സൃഷ്ടിച്ചു. അതുകൊണ്ട് പിതാവായ ദൈവം, അവൻ സർവശക്തനായ ദൈവമാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48 വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചാൽ മതി. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വാക്യം. അപ്പോൾ പിതാവായ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ സർവശക്തനായ ദൈവം ഏക സത്യ ദൈവമാണ്. അതാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉരുവിട്ടത്.
അടുത്ത ഞായറാഴ്ച ഇത് പറയും. അപ്പോൾ ഒന്നെന്താണ്? തൃത്വോപദേശത്തിൻ്റെ നിത്യാവിശ്വാസ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന തൃത്വോപദേശത്തിൻ്റെ ഒന്നാമത്തെ സാരാംശമാണ് ഞാൻ പറഞ്ഞത്. ഒന്നെന്താണ്? പിതാവായ ദൈവം. ഒരാൾക്കെങ്കിലും ഇത് മനസ്സിലാവട്ടെ. പിതാവായ ദൈവം. രണ്ടാമത്, സകലത്തിൻ്റെയും സൃഷ്ടാവ്. ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ച ശേഷം യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ മൂക്കിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ഊതി. അത് നമ്മളിപ്പോൾ പറഞ്ഞു. കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവ്. ഇന്ന് നിങ്ങൾ എന്നെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്, വിശുദ്ധ മതവുമായി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാണാനുള്ള വസ്തുക്കളെയും കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇടയ്ക്ക്, ഇതിൻ്റെ എല്ലാം കൂടെ ഇടയ്ക്ക് കാണപ്പെടാത്ത ഒരുപാട് വസ്തുക്കളുണ്ട്. ഉണ്ടോ? അതിനെയും ദൈവം എന്ത് ചെയ്തു? സൃഷ്ടിച്ചിരിക്കുന്നു. അതാണിപ്പോൾ നമ്മൾ ചൊല്ലിയത്. കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടിച്ചതായിട്ടുള്ള ദൈവം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. ഇത് നമ്മുടെ പുസ്തകത്തിൽ തന്നെ ഉള്ളതാണ്, പുതുതായിട്ട് എങ്ങനെയും പറഞ്ഞതല്ല. ഒന്ന്, പിതാവായ ദൈവം. രണ്ട്, ആ പിതാവായ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേത് പറഞ്ഞേക്കുന്ന ഉപദേശം പുത്രനായ ദൈവം. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ദൈവത്തിൻ്റെ ഏകപുത്രനും. വായിച്ചായിരുന്നു? ദൈവത്തിൻ്റെ ഏകപുത്രനും പുത്രനായ ദൈവം. അതാണ് ഞാൻ കുറിവാക്യമായിട്ടൊന്ന് വായിച്ചത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പുത്രനായ ദൈവം. അപ്പം മൂന്ന് കാര്യങ്ങൾ ഞാനിപ്പോൾ സൂചിപ്പിച്ചു. ഒന്ന്, പിതാവായ ദൈവം സകലത്തിൻ്റെയും സർവശക്തനായ ദൈവമാണ്. രണ്ട്, സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സർവ്വജനാചരങ്ങളുടെയും സൃഷ്ടാവാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 31-ാം വാക്യം അവസാനിക്കുന്നത് ആ വാക്യം പറഞ്ഞുകൊണ്ടാണ്. മൂന്ന്, പുത്രനായ ദൈവം. ദൈവം പുത്രനാണ്. ആ പുത്രനായ ദൈവം അത് സകല പിതാവിൽ നിന്ന് ജനിച്ചവനാണ്. സൃഷ്ടിയല്ലാത്തവയാണ്, പരിശുദ്ധാത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് പുത്രനായ ദൈവം. നാലാമത്, പരിശുദ്ധ റൂഹ, തൃത്വവിശ്വാസമാണ്. പിതാവിൽ നിന്ന് പുറപ്പെട്ടവനും പിതാവിനോടും പുത്രനോടൊപ്പം സ്തുതിക്കപ്പെടുന്ന ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും അടങ്ങുന്ന തൃത്വത്തിൽ നാം വിശ്വസിക്കുന്നു. അപ്പോൾ നാലാമത് പറഞ്ഞ എന്താണ്? പരിശുദ്ധ റൂഹായെ. പിതാവിൽ നിന്ന് പുറപ്പെട്ടവനും പിതാവിൽ നിന്ന് ജനിച്ചവനും പിതാവിനോടും പുത്രനോടും ഒപ്പം സ്തുതിക്കപ്പെടുന്ന ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും അടങ്ങുന്ന തൃത്വത്തിൽ നാം വിശ്വസിക്കുന്നു. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ് അതുള്ളത്. അഞ്ചാമത്, ഈ നിഖ്യാവിശ്വാസ പ്രമാണിക്കുന്ന തൃത്വവിശ്വാസം കന്യകാജനനമാണ്. വിശുദ്ധ റൂഹായാൽ കന്യമറിയാമിൽ നിന്ന് ജഡം ധരിച്ച് മനുഷ്യനായി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനത്തെ ചോദ്യം ചെയ്യുന്ന ചില ആളുകളെങ്കിലും ലോകത്തിലുണ്ട്. യേശുക്രിസ്തു കന്യമറിയാമിൽ നിന്നല്ല ജനിച്ചതെന്ന് വിശ്വസിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ റൂഹായാൽ കന്യമറിയാമിൽ നിന്ന് ജഡം ധരിച്ച് മനുഷ്യനായി. അപ്പോൾ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, പിതാവായ ദൈവം. 2, സകലത്തിൻ്റെയും സൃഷ്ടാവ്. 3, പുത്രനായ ദൈവം. 4, പരിശുദ്ധ റൂഹ. 5, കർത്താവിൻ്റെ കന്യകാജനനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. 6, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വിശ്വാസമില്ലാതെ ഒരുത്തനും ഒരാളും ഒരു ക്രിസ്ത്യാനിയായി തീരുകയില്ല. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഐ ബിലീവ് ഇൻ ദ ക്രൂസിഫിക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഐ ബിലീവ് ഇൻ ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും ഞാൻ വിശ്വസിക്കുന്നു. അത് പറയുവാൻ വേണ്ടിയാണ് നമ്മളിന്ന് ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി പൊന്തിയോസ് പീലാത്തോസിൻ്റെ ഭരണനാളുകളിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് സ്വന്തം ഇഷ്ടപ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി അവൻ്റെ രാജ്യത്തിന് ഒരിക്കലും അവസാനം ഉണ്ടായിരിക്കുകയില്ല. നമ്പർ 7, ദൈവസഹ ഏകമായതിനാൽ പാപമോചനത്തിലുള്ള മാമോദിസ ഒരിക്കൽ മാത്രമെന്ന് നാം വിശ്വസിക്കുന്നു.
പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ പാപമോചനത്തിനുള്ള മാമോദീസ, നമ്മുടെ മാമോദീസ നമ്മൾ സ്വീകരിച്ചത് നമുക്കൊന്നും അറിയാൻ വയ്യാത്ത സമയത്താണ് മാമോദീസ സ്വീകരിച്ചത്. എന്നാൽ നമുക്ക് വേണ്ടി വിശ്വാസം ഏറ്റുപറഞ്ഞ 3 ആളുകളുണ്ട്. ഒന്ന് നമ്മുടെ മാതാപിതാക്കളാണ്. മൂന്നാമത്തെ ആൾ നമ്മുടെ തലവിടുന്ന പിതാവോ മാതാവുമാണ്. അത് സഭയുടെ പ്രതിനിധിയാണ്. അവർ 3 പേരും വിശ്വാസം ഏറ്റുപറഞ്ഞു. അപ്പം നമ്മൾ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ആ അമ്മ കേൾക്കുന്ന പാട്ട്, അമ്മ കേൾക്കുന്ന പ്രാർത്ഥന, അമ്മ കേൾക്കുന്ന ശബ്ദങ്ങൾ, അമ്മ കേൾക്കുന്ന സൗണ്ട്, ഇതെല്ലാം ആ കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ വളരെ വ്യത്യാസമുണ്ടാകും, നിർണായക സ്വാധീനം ചെലുത്തും. ആ കുഞ്ഞ് ജനിച്ചു വീണ് കഴിയുമ്പോൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഹാ എന്ന് വയ്ക്കും. അത് കഴിഞ്ഞ് അപ്പനെ കാണും, ആ കുഞ്ഞ് സഹോദരങ്ങളെ കാണും, ആ കുഞ്ഞ് ദേവാലയത്തിൽ വരും, വീട്ടിൽ പ്രാർത്ഥന വയ്ക്കുമ്പോൾ ആ പ്രാർത്ഥന ആ കുഞ്ഞ് കേൾക്കും. അങ്ങനെ ആ കുഞ്ഞ് സൺഡേ സ്കൂൾ പഠിക്കും. ആ സൺഡേ സ്കൂളിലൂടെ വളർന്ന് ആ കൊച്ച് 12 വയസ്സോ 13 വയസ്സോ 14 വയസ്സോ ആകുമ്പോൾ, തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ, ആ കുഞ്ഞ് യേശു എൻ്റെ രക്ഷകനും കർത്താവും വീണ്ടെടുപ്പുകാരനുമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ, ആ വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോഴാണ് ആ സ്നാനം പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകം നാം ഓർക്കണം. അതുകൊണ്ട് അതുവരെയും ആ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുവാനും വളർത്തുവാനുമുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? മാതാപിതാക്കൾക്കും തിരുസഭയ്ക്കുമാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്, പാപമോചനത്തിനുള്ള മാമോദിസ, ഓൺ ബാപ്റ്റിസം, ഓൺ ഗോഡ്, ഓൺ ചർച്ച്. അപ്പോൾ മാമോദിസ ദൈവസഭ ഏകമായതിനാൽ പാപമോചനത്തിനുള്ള മാമോദിസ ഒരിക്കൽ മാത്രമെന്ന് നാം വിശ്വസിക്കുന്നു. 8, ദൈവസഭ ഏകമാണ്. കാതോലികവും അപ്പോസ്തലികവുമായ ഏക വിശുദ്ധ സഭ. കാതോലികം എന്ന് പറഞ്ഞാൽ എന്തുവാ? കത്തോലിക്കാന്നോ? കാതോലികം എന്ന വാക്കിൻ്റെ അർത്ഥം യൂണിവേഴ്സൽ എന്നാണ്. ഈ സഭ, ദൈവത്തിൻ്റെ സഭ, ഭൂമിയിൽ മാത്രമല്ല, ഇളമ്പൽ മാത്രമല്ല, ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. ഇപ്പോൾ വിമാനത്തിൽ സഞ്ചരിക്കുന്ന ധാരാളം ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരിലും ഈ സഭയുണ്ട്. അന്തർവാഹിനികളിലും വെള്ളത്തിലൂടെയും സഞ്ചരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരിലും ഈ സഭയുണ്ട്. ഗ്രഹങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരിലും സഭയുണ്ട്. ഒരു വ്യത്യാസമേ ഉള്ളൂ, വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കണം സഭ. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. കർത്താവിൻ്റെ രക്തത്താൽ രൂപാന്തരപ്പെട്ടവരാണ് ഈ സഭാംഗങ്ങൾ. അവരെവിടെയുണ്ടോ അവിടെ ഈ സഭയുണ്ട്. അതുകൊണ്ട് ദൈവസഭ അതെവിടെയുണ്ടോ അവിടെയുണ്ട്. അതാണ് കാതോലികം, അപ്പോസ്തലികമായ ഏക വിശുദ്ധ സഭ. കാതോലികം എന്ന വാക്കിൻ്റെ അർത്ഥം ഇത് സാർവത്രികമാണ്, ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്നു. അപ്പോസ്തലികം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം? അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ അടങ്ങിയ വിശ്വാസമാണ് നമുക്കുള്ളത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. അപ്പോൾ കാതോലികമാണ്, അപ്പോസ്തലികമാണ്, ഏകമാണ്, വിശുദ്ധ സഭ, വിശുദ്ധമാണ്. 9, ഇത് ഞാൻ സ്വന്തമായിട്ട് പറയുന്നതല്ല, നിത്യവിശ്വാസ പ്രമാണത്തിലുള്ള കാര്യമാണ്. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത, മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. പുത്രനായ ദൈവം അവസാനമില്ലാത്ത രാജ്യത്വം ഉള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ ഒരു നാൾ വരും എന്നും നാം വിശ്വസിക്കുന്നു. മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്, അല്ലേ? 9 കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. അത് പുക പോലെ നമുക്കൊന്ന് മനസ്സിലാവട്ടെ. 1-2 പേർക്കെങ്കിലും മനസ്സിലായി എന്ന് ഞാൻ കരുതട്ടെ. 1, പിതാവായ ദൈവം, സർവശക്തനായ പിതാവായ ദൈവം. 2, സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. 3, പുത്രൻ ദൈവമാണ്, പുത്രൻ തമ്പുരാൻ. 4, പരിശുദ്ധ റൂഹ, ആ റൂഹായിലൂടെയാണ് നമ്മുടെ കൂദാശകളൊക്കെ പൂർണ്ണമാകുന്നത്. 5, കർത്താവിൻ്റെ കന്യകാജനനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. 6, കർത്താവിൻ്റെ ക്രൂശുമരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും ഞാൻ വിശ്വസിക്കുന്നു. 7, പാപമോചനത്തിലുള്ള മാമോദീസ ഒന്നു മാത്രമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്പർ 8, പരിശുദ്ധ സഭ, അത് ഏകമാണ്, പരിശുദ്ധമാണ്. കാതോലികവും അപ്പോസ്തലികവുമായ ഏക വിശുദ്ധ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. 9, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, മരിച്ചവരക്ഷരായി ഉയർത്തെഴുന്നേൽക്കും. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. പെട്ടെന്ന് കാഹളം ധനിക്കുമ്പോൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവരക്ഷരായി ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ സെമിത്തേരികൾ ജീവൻ വെക്കുന്ന ഒരു ദിവസം വരും.
ആ ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മരിച്ചവർ അക്ഷയരായി ഉയർത്തി നിൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇതാണ് ക്രിസ്തുവിശ്വാസത്തെ കുറിച്ചുള്ള നമ്മുടെ പഠിപ്പീര് എന്നുള്ളത് പ്രത്യേകം നാം ഓർക്കണം. അതുകൊണ്ട് നിഖ്യാ വിശ്വാസ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന ക്രിസ്തുവിശ്വാസത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇന്ന് പ്രസംഗിച്ചത്. അതുകൊണ്ട് മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക കർത്താവിൽ മാത്രമാണ് നാം വിശ്വസിക്കുന്നതിനുള്ള അപ്പോസ്തല വിശ്വാസത്തിലും പൈതൃകത്തിലും ഊന്നി ജീവിപ്പാൻ നമുക്കൊരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നേക്ക് നിശ്ചയിക്കപ്പെട്ട